Hi, welcome to the YouTube channel of Vyasa Institute of Mathematics. KTUവിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മോഡ്യൂൾ 1-ൽപ്പെട്ട സെക്കൻഡ് സെമ്മിലെ മോഡ്യൂൾ 1-ൽപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിലൂടെ എല്ലാ ടോപ്പിക്കും ഫുള്ളായിട്ട് ഇൻക്ലൂഡിംഗ് ദ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ പാറ്റേണിലൂടെ ബിടെക്കിന്റെ മാത്സുമായി ബന്ധപ്പെട്ട ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഈ ചാനലിലെ എപ്പിസോഡുകൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ KTUവിലെ മാത്സിന്റെ എക്സാമിനേഷന് ടോപ്പ് സ്കോർ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഈ എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങൾ വാച്ച് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഞങ്ങളെ എൻകറേജ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഉള്ള മോഡ്യൂൾ 1-ൽപ്പെട്ട സെക്കൻഡ് സെമ്മിലെ മോഡ്യൂൾ 1-ൽപ്പെട്ട അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇത് മെയ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2024 മെയ്യിലെ ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ വർക്ക് ഡൺ. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഫീൽഡ്. Find the work done by the force field. Vector f of x, y, z equal to zi plus xj plus yk. Find the work done by the force field. F of x, y, z equal to zi plus xj plus yk, where find the work done by the force field in moving a particle along the curve r is equal to, vector r is equal to sin ti plus 4 sin tj plus sin square t k, where 0 less than or equal to t less than or equal to pi by 2. This is the question. Find the work done by the force field f of x, y, z equal to zi plus xj plus yk in moving a particle along the curve r equal to sin ti plus 4 sin tj plus sin square tk, where 0 less than or equal to t less than or equal to pi by 2. Above, if this is the curve, then when t equal to 0, the point may be here, and when t equal to pi by 2, the point may be here. So this given force moves the particle from this point to this point along this curve, and we are asked to find the work done by this force field in moving this particle along the curve. The formula to find the work done is W is equal to integral over C f dot dr. This is the formula to get the work done. Work done is equal to integral over C f dot dr. So here the question is simply to find f integral over C f dot dr. F is equal to zi plus xj, zi plus xj plus yk, and
C is given by the equation R is equal to sin ti plus 4 sin tj plus sin square tk. Starting point is at 0 and ending point is at pi by 2. So, to find the work done, first we need f dot dr. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ തന്നെ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു എഫ് ഡോട്ട് ഡി ആർ എഴുതാൻ വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. തന്നിരിക്കുന്ന എഫിനകത്തെ ഐയും ജെയും കെയും മാറ്റിയിട്ട് അവിടെ ഐക്ക് പകരം ഡി എക്സ് കൊടുക്കുക, ജെക്ക് പകരം ഡി വൈ കൊടുക്കുക, കെക്ക് പകരം ഡി സെഡ് കൊടുക്കുക. അതേ ഉള്ള എഫ് ഡോട്ട് ഡി ആറിന് വേണ്ടി വരുന്നത്. കാരണം ഇതാണ് എഫ്. ഡി ആർ എന്ന് പറയുമ്പോൾ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ, ഇതാണ് ഡി ആർ വരാൻ പോകുന്നത്. അപ്പോ എഫ് ഡോട്ട് ഡി ആർ എടുക്കുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സെഡ് ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി സെഡ് കിട്ടും. സോ to get f dot dr, you just replace I, j and k by dx, dy, dz respectively. So here f dot dr equal to zi plus xj plus yk. This is f dot dr equal to z dx plus x dy plus y dz. This is f dot dr. Z dx plus x dy plus y dz. Now we have to integrate this along this curve. അപ്പോൾ ഈ കർവിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കർവിന്റെ ഇക്വേഷൻ ഇതിൽ അപ്ലൈ ചെയ്യണം. ഇതിൽ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇൻ ദിസ് കർവ് ഇറ്റ് ഈസ്, ഇഫ് യു റൈറ്റ് ഇറ്റ് ഇൻ ദ പാരാമെട്രിക് ഫോം, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് x is equal to sin t, y is equal to 4 sin t, z is equal to sin square t. Z is equal to sin square t. The equation of the curve is sin ti plus 4 sin tj plus sin square tk. Therefore, x is equal to sin t, y equal to 4 sin t, z equal to sin square t. Now, we need dx, dy, dz. So, from this one, you can find dx, dy and dz. Dx is the differential of sin t, that is cos t into dt, cos t into dt, and dy is 4 into sin t derivative cos t dt, and dz, it is equal to derivative sin square t, it is 2 sin t into derivative sin t cos t dt. These are dx, dy, dz. Now, with this, we can rewrite f dot dr as f dot dr is now z into dx, that is sin square t into cos t dt plus x dy, x is sin t, into dy is 4 cos t dt, dy is 4 cos t dt, plus y dz, y is 4 sin t, 4 sin t, into dz is 2 sin t cos t dt. We substituted for x, y, z and dx, dy, dz from the equation of the curve. Now, this is sin square t cos t. Here also we have 8 sin square t cos t. 4 sin t into 2 sin t. So 8 sin square t cos t. So adding these two, we can write it as 9 sin square t cos t dt plus 4 sin t cos t dt. And for the sake of convenience, we can take cos t and sin t, cos t and dt as common factors. So it is cos t into 9 sin square t plus 4 sin t dt. This is f dot dr. F dot dr equal to cos t into 9 sin square t plus 4 sin t dt. Now the question is to integrate this one. Therefore,
Work done W is equal to integral over C F dot dr. It is integral F dot dr means cos t into 9 sin square t plus 4 sin t, 9 sin square t plus 4 sin t dt. 9 sin square t plus 4 sin t dt. Also, the limit in the curve was given by 0 less than or equal to t less than or equal to pi by 2. That is the limit given in the question. So, here we can write the lower limit as 0 and upper limit as pi by 2. Now, the next step is to integrate this expression. To integrate this, you can see that this cos t is the derivative of sin t. We have sin t in both the terms inside the bracket, and the factor outside the bracket is cos t. It is the derivative of sin t. So the method to integrate this is a substitution. ഈ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് പാർട്ട് പുറത്തുണ്ട്. അപ്പം ഇന്റഗ്രേഷന്റെ മെത്തേഡ് പുട്ട് സൈൻ ടി ഈക്വൽ ടു യു. സൈൻ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഡി ടി ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ സൈനിന്റെ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് കോസ് ടി ഇൻറ്റു ടിയുടെ ഡിഫറൻഷ്യൽ ഡി ടി ഈക്വൽ ടു ഡി യു എന്നില്ല. അപ്പൊ ഇവിടെയുള്ള കോസ് ടിയും ഡി ടിയും ഇത് രണ്ടും കൂടെ ചേർത്ത് കോസ് ടി ഡി ടിയെ നമുക്ക് ഡി യു എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ടി മാറ്റിയിട്ട് അവിടെ യു ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ലിമിറ്റും മാറ്റണം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 0 പൈ ബൈ 2 ലിമിറ്റ് ടിയുടേതാണ്. ഇനി നമ്മൾ ടി മാറ്റിയിട്ട് യു കൊണ്ടുവരികയാണ്. അപ്പൊ ക്വസ്റ്റ്യന്റെ ലിമിറ്റ് വരേണ്ടത് പുതിയ വേരിയബിളായ യുവിൻ്റെതാണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഡെഫിനിറ്റ് ഇന്റഗ്രലില്, അതായത് ലിമിറ്റ് ഉള്ള ഇന്റഗ്രലില്, whenever you make a substitution, you have to find the new limits. To find the new limits, the lower limit of t is 0. When t equal to 0, as per the substitution, u will become sin 0. Sin 0 means 0. So the new lower limit is 0. Again, the upper limit for t, it is pi by 2. Then u is sin pi by 2. Sin pi by 2 is what? So the new limits of u are 0 and 1. Now the question is integral 0 to 1. 9 sin square t. Sin t is u. So 9u square. Plus 4 sin t. Sin t is again u. For 4u. Into cos t dt. Cos t dt is du. So this is du. Now it is a simple integration. 9 into integral of u square. It is u cube divided by 3. Plus 4 into integral of u. It is u square divided by 2. Limit 0 to 1. Now here you can cancel 1 3. Here you can cancel 1 2. So applying the limit 3 into 1 cube, it is 3. Plus 2 into 1 square, it is 2. Lower limit കൊടുക്കുമ്പോൾ രണ്ടും 0 ആണ്. So 3 plus 2 equal to 5. This is the answer. Work done is equal to 5. So whenever you are getting a question involving work done, you simply find integral over C F dot dr. അതാണ് അതിൽ ചെയ്യേണ്ടത്. Now let us see another question. Question in January 2024. That also is to get the is to find the work done. The question is find the work done. By the force field. By the force field, F is equal to xyi plus yzj plus xzk. F is equal to xyi plus yzj plus xzk.
on a particle that moves along the curve, on a particle that moves along the curve, r of t is equal to ti plus t square j plus t cube k. Limit 0 less than or equal to t less than or equal to 1. Question is, find the work done by the force field F is equal to xyi plus yzj plus xk in moving a particle along the curve r of t is equal to ti plus t square j plus t cube k with the limits 0 less than or equal to t less than or equal to 1. So as in the previous problem, we have to find f dot dr and then we have to integrate that. F dot dr, as we saw in the last problem, simply replace this I, j and k by dx, dy, dz. So this is f dot dr is xy dx plus yz dy plus xz dz. That is f dot dr. Now we have to apply the curve on this one. For that, here the curve is r of t is equal to ti plus t square j plus t cube k. Therefore, x is equal to t, y is equal to t square, z is equal to t cube. X is equal to t, y equal to t square, z equal to t cube. Therefore, dx is equal to dt, dy is equal to 2t dt, dz equal to 3t square dt. dx, dy, dz കിട്ടി. ഇനി ഇതെല്ലാം കൂടി എഫ് ഡോട്ട് ഡി ആറിൽ അപ്ലൈ ചെയ്തേക്കുക. അപ്പോ എഫ് ഡോട്ട് ഡി ആർ equal to x into y, x is t, into y, y is t square, into dx, dx is dt, plus y into z, y is t square, into z is t cube, into dy, dy is 2t dt, plus x is dz, x is t, z is t cube, dz is 3t square dt. We substitute all these expressions from the curve. Now this becomes t cube dt. We can write in the end t cube plus 2t square t cube t. So it is 2t raised to 6 plus next 3t into t cube into t square. So 3t raised to 6 total into dt. That is t cube plus 5t raised to 6 dt. t cube plus 5t raised to 6 dt. This is f dot dr. Now the question is to get the work done. Work done w is equal to integral over c f dot dr. f dot dr അവിടെ കിട്ടിയിട്ടുണ്ട്. കർവിന്റെ ലിമിറ്റ് ക്വസ്റ്റ്യനിൽ തന്നത് 0 ലെസ് താൻ ഈക്വൽ ടു t ലെസ് താൻ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് 0 to 1 ഉപയോഗിക്കാം. That is integral 0 to 1 f dot dr t cube plus 5t raised to 6 dt. Now it is a simple integration. Integrating the integral of t cube, t raised to 4 divided by 4 plus 5 into integral of t raised to 6. It is t raised to 7 divided by 7. Limit 0 to 1. So it is 1 by 4 plus 5 by 7. Lower limit കൊടുക്കുമ്പോൾ രണ്ടും 0 ആയി പോകുന്നു. Then it is, when we take the LCM, it is 28 LCM, then 7 plus 20. So 27 divided by 28. That is the answer. That's all. So വർദ്ധം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, വേറെ ഒന്നും ചെയ്യേണ്ട. എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തേക്കുക. Then next ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു കഴിഞ്ഞാൽ മോഡ്യൂൾ 1 ടോപ്പിക് കംപ്ലീറ്റ് ആവും. അടുത്തത് പാത്ത് ഇൻഡിപെൻഡന്റ് എന്നുള്ള ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. ഇത് മെയ് 2024 ക്വസ്റ്റ്യൻ ആണ്. മെയ് 2024. Prove that
the line integral prove that the line integral -1 to point -1 to 0 1 3x minus y plus 1 3x minus y plus 1 into dx minus x plus 6y plus 2 dy is independent of the path. Is independent of the path. Also find its value. Also find its value. So prove that the line integral, ഇങ്ങനെയുള്ള സിംഗിൾ ഇന്റഗ്രൽ നമുക്ക് ലൈൻ ഇന്റഗ്രൽ എന്ന് വിളിക്കാം. ലൈൻ ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്. അതായത് ഇപ്പൊ ഇവിടെ -1 2 എന്ന പോയിന്റ് തൽക്കാലം ഇവിടെയാണെന്ന് ഇരിക്കട്ടെ. -1 2 0 1 എന്ന പോയിന്റ് ഇവിടെയാണെന്ന് കരുതുക. ഇപ്പൊ ഈ പോയിന്റ് തുടങ്ങി ഈ പോയിന്റ് വരെയാണ് നമുക്ക് ഇന്റഗ്രേഷൻ നടത്തേണ്ടത്. അത് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർവിലൂടെ വരാം, രണ്ട് ലൈനിലൂടെ തിരിഞ്ഞു വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർവിലൂടെ വരാം. ഈ -1 2 എന്നുള്ള പോയിന്റിൽ നിന്ന് 0 1 വരെ പോയിന്റ് വരെ എത്താൻ there are infinitely many paths. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് പാത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്താലും ഒരേ ആൻസറേ കിട്ടുകയുള്ളൂ. അത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ആയിരിക്കും. ഏത് പാത്തിലൂടെ ആൻസർ ഇന്റഗ്രേറ്റ് ചെയ്താലും വി വിൽ ഗെറ്റ് ദ സെയിം വാല്യൂ ആസ് ദ ആൻസർ എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. അതിനുള്ള മാർഗം എഫിനെ, ഈ തന്നിരിക്കുന്ന വെക്ടറിനെ, അതായത് ഇവിടെ ഇപ്പോ f is equal to f1 of xy into I plus f2 of xy into j എന്ന് ആണെങ്കിൽ f1 is equal to f1 of xy plus f2 into I plus f2 of xy into j ഇങ്ങനെയാണെങ്കിൽ ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ വേണ്ടത് ഈ f എന്ന് പറയുന്ന വെക്ടറിനെ ഒരു സ്കെയിലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിട്ട് എഴുതാൻ പറ്റണം. ഈ വെക്ടറിനെ ഒരു സ്കെയിലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ആയിട്ട് എഴുതാൻ സാധിക്കണം. അല്ലെങ്കിൽ അതിനെ വേറൊരു തരത്തിൽ പറഞ്ഞാല് ഈ എഫിന്റെ കേൾ എഫ് എന്നുള്ളത് 0 വരണം. തന്നിരിക്കുന്ന വെക്ടർ എഫിന്റെ കേൾ 0 വരികയോ അല്ലെങ്കിൽ ആ എഫ് എന്നുള്ളത് ഡെൽഫൈ ആകുമോ, രണ്ടും ഒരേ സെൻസ് ആണ് വരിക. ഇങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ഡെൽഫൈ എന്നാണെങ്കിലും കേൾ ഓഫ് ഈക്വൽ 0 ആണെങ്കിലും ഈ രണ്ട് കേസിൽ നമുക്ക് ആ എഫിന് പറയാവുന്ന പേര് എഫ് ഈസ് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയും. കൺസർവേറ്റീവ് ഫീൽഡ്. സോ ഒരു കൺസർവേറ്റീവ് ഫീൽഡിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ആയിരിക്കും. കൺസർവേറ്റീവ് ഫീൽഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിനെ എഫ് ഈക്വൽ ടു ഡെൽഫൈ എന്ന് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ കേൾ ഓഫ് ഈക്വൽ 0 എന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ഈ കേസില് കേൾ ഓഫ് ഈക്വൽ 0 ആണോ ചെക്ക് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിലും നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നല്ലത് എഫ് ഈസ് ഈക്വൽ ഡെൽഫൈ എന്ന ഫോമിൽ എഴുതുന്നതാണ്. ഇനി അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ ആദ്യം ഇത് കൺസർവേറ്റീവ് ആണോ എന്ന് നോക്കണം. കൺസർവേറ്റീവ് ആണോ എന്ന് നോക്കാൻ ഇങ്ങനെ ഒരു വെക്ടർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള കണ്ടീഷൻ ഡോ F1 ബൈ ഡോ y, ഐയുടെ കോഎഫിഷ്യന്റ് ആയ ഫംഗ്ഷൻ ആണ് F1, അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു I ഈസ് ഈക്വൽ ടു ഡോ F2 ബൈ ഡോ x ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഡോ F1 ബൈ ഡോ x ഈക്വൽ ടു ഡോ F2 ബൈ ഡോ y, സോറി ഡോ F1 ബൈ ഡോ y ഈക്വൽ ടു ഡോ F2 ബൈ ഡോ x എന്ന് കിട്ടിയാൽ ഇത് കൺസർവേറ്റീവ് ഫീൽഡ് ആയിരിക്കും. അപ്പോ ഇവിടെ നമുക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഈ കാണുന്ന എഫ് ഡോട്ട് ഡി ആർ ആണ്.
എഫ് ഡോട്ട് ഡി ആർ ആണ് ഈ കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് എഫ് എന്ന് പറയുന്നത് 3x മൈനസ് വൈ പ്ലസ് 1 ഇൻറ്റു ഐ, 3x മൈനസ് വൈ പ്ലസ് 1 ഇൻറ്റു ഐ മൈനസ് എക്സ് പ്ലസ് 6y പ്ലസ് 2 ഇൻറ്റു ജെ. ഇതാണ് എഫ് വരുന്നത്. ഈ എഫ് ഡോട്ട് ഡി ആർ എന്ന എക്സ്പ്രഷനിൽ നിന്ന് ഡി എക്സും ഡി വൈയും മാറ്റിയിട്ട് അവിടെ ഐയും ജെയും കൊടുത്തു. അപ്പൊ എഫ് കിട്ടി. ഇപ്പോൾ ഇവിടെ f1 എന്ന ഫംഗ്ഷൻ എടുക്കേണ്ടത് 3x മൈനസ് വൈ പ്ലസ് 1 ആണ്. f2 എന്നുള്ള ഫംഗ്ഷൻ എടുക്കേണ്ടത് മൈനസ് ഓഫ് ഈ മൈനസ് കൂടെ ചേർത്തെടുക്കണം. അപ്പൊ മൈനസ് എക്സ് മൈനസ് 6y മൈനസ് 2 ആണ്. ഇതാണ് f1. f1 എന്നുള്ളത് 3x മൈനസ് വൈ പ്ലസ് 1, f2 എന്നുള്ളത് മൈനസ് എക്സ് മൈനസ് 6y മൈനസ് 2. ഇനി നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ഡോ f1 ബൈ ഡോ വൈ എടുക്കുന്നു. ഡോ f1 ബൈ ഡോ വൈ, ഇവിടെ ഇതിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0. സോ ഡോ f1 ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ഡോ f2 ബൈ ഡോ എക്സ്, അത് മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഇത് y കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻസ് ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് 0. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. സോ രണ്ടിനും മൈനസ് 1 എന്ന ആൻസർ കിട്ടി. അപ്പൊ therefore ഡോ f1 ബൈ ഡോ വൈ, ഡോ f1 ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ f2 ബൈ ഡോ എക്സ് എന്ന് കിട്ടി. therefore f is conservative. f ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണ് എന്ന് കിട്ടി. ഇനി എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണ് എങ്കിൽ നമുക്ക് എഫിനെ ഡെൽ ഫൈ എന്ന് എഴുതാൻ സാധിക്കും. കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ അതിനെ ഡെൽ ഫൈ എന്ന ടേബിൾ എഴുതാൻ പറ്റും. അപ്പൊ അതിനായിട്ട് അങ്ങനെ നമുക്ക് ആ എഫിനെ ഡെൽ ഫൈ എന്നുള്ളതിലെ ഫൈയെ കണ്ടുപിടിക്കണം. അതിന് ഇവിടെ എഫ് എന്ന് പറയുന്നത് 3x മൈനസ് വൈ പ്ലസ് 1 ഇൻറ്റു ഐ മൈനസ് എക്സ് പ്ലസ് 6y പ്ലസ് 2 ഇൻറ്റു ജെ. ഇതാണ് എഫ്. ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ ആണ്. എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ ആകണം. എഫ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്തു. ഇത് ഡെൽ ഫൈ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ. Now we equate the coefficients of I and j on both sides. Then we get dou phi by dou x equal to 3x minus y plus 1. Let it be step number 1. And dou phi by dou y, it is equal to minus x minus 6y minus 2. Let it be step number 2. Dou phi by dou x ഉം dou phi by dou y ഉം ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫൈയെ കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് ഫൈയെ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ ഈ സ്റ്റെപ്പില് ഇത് ഫൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഫൈ കിട്ടും. അപ്പൊ ഇവിടെ ഒന്ന് ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് എടുക്കാം. അതായത് ഇന്റഗ്രൽ 3x മൈനസ് വൈ പ്ലസ് 1 ഡി എക്സ് എടുക്കാം. ആ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ മതി. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആയിട്ട് കരുതും. അപ്പൊ വൈയുടെ ഇന്റഗ്രൽ മൈനസ് വൈ ഇൻറ്റു എക്സ് വന്നു പ്ലസ് 1ന്റെ ഇന്റഗ്രലും എക്സ്. 3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് എക്സ്. ഇനി ഇത് ലിമിറ്റ് ഉള്ള ഇന്റഗ്രൽ അല്ല, അപ്പോ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ചേർക്കേണ്ടതുണ്ട്. ലിമിറ്റ് ഉള്ളതാണെങ്കിൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആവശ്യമില്ല, അല്ലാത്തപ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ചേർക്കണം. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ ചേർക്കുന്നത് എന്തിനാണ് എന്നുകൂടെ നോക്കുക. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകുമല്ലോ. അപ്പോ ഡെറിവേറ്റീവിന്റെ ഇൻവേഴ്സ് പ്രോസസ് ആന്റി ഡെറിവേറ്റീവ് ആയിട്ടാണ് ഈ ഇന്റഗ്രൽ നമ്മൾ പറയുന്നത്. അപ്പോ ഡെറിവേറ്റീവ് 0 ആയി വരുന്നത് ഏതാണോ അതാണ് 0യുടെ ഇന്റഗ്രൽ ആയിട്ട് എടുക്കേണ്ടത് അല്ലെ. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ കോൺസ്റ്റന്റ് ചേർക്കുന്നത്. പക്ഷെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്യുവർ കോൺസ്റ്റന്റ് മാത്രമല്ല കോൺസ്റ്റന്റ് ആയിട്ട് കരുതുക. ഒരു വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, വൈ എന്നുള്ള വേരിയബിൾ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കരുതുള്ളൂ. പ്യുവർ കോൺസ്റ്റന്റ് മാത്രമല്ല വൈ മാത്രമുള്ള ടേമിനെയും കോൺസ്റ്റന്റ് ആയിട്ട് കരുതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചേർക്കുന്ന
കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് നീഡ് നോട്ട് ബി എ പ്യൂർ കോൺസ്റ്റന്റ്. There may be a term of y also in that. So to consider that, we introduce a constant as a function of phi 1 of y with respect to x. Partially differentiation step y ഉള്ള ടേമിനെയും കോൺസ്റ്റന്റ് ആയിട്ട് കരുതൂ. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ ചേർക്കുന്ന phi 1 of y എന്ന് എഴുതണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ phi 1 of y ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ഇവിടെ നിന്ന് നമുക്ക് ഡോ ഫൈ ബൈ ഡോ വൈ എഴുതിയാൽ, ഡോ ഫൈ ബൈ ഡോ വൈ എഴുതുമ്പോൾ ഇത് എക്സിന്റെ ടേമാണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. ഇത് മൈനസ് വൈ ഡെറിവേറ്റീവ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഇത് എക്സ് മാത്രമാണ്, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 0. phi 1 of y യുടെ ഡെറിവേറ്റീവ് phi 1 dash of y എന്ന് കിട്ടും. phi 1 dash of y. അപ്പോ ഡോ ഫൈ ബൈ ഡോ വൈ കിട്ടിയിരിക്കുന്നത് മൈനസ് എക്സ് പ്ലസ് phi 1 dash of y എന്നാണ്. ഇത് സ്റ്റെപ്പ് നമ്പർ 3 എന്നിരിക്കട്ടെ. ഇപ്പോ സ്റ്റെപ്പ് നമ്പർ 2 നമുക്ക് കിട്ടിയതും ഡോ ഫൈ ബൈ ഡോ വൈ ആണല്ലോ. സ്റ്റെപ്പ് നമ്പർ 3 കിട്ടിയിരിക്കുന്നത് ഡോ ഫൈ ബൈ ഡോ വൈ ആണ്. അപ്പോ ഫ്രം 2 and 3, 2 ഉം 3 തമ്മിൽ കമ്പയർ ചെയ്താൽ ഇവിടെ മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ഉണ്ട്. ഈ phi 1 dash y യുടെ പ്ലേസിൽ ഇവിടെ കാണുന്നത് മൈനസ് 6y മൈനസ് 2 ആണ്. എക്സിന്റെ പാർട്ട് അങ്ങനെ ഇവിടെ രണ്ടും വന്നു. അപ്പൊ ബാക്കിയുള്ള ഭാഗമാണ് phi 1 dash y. അപ്പൊ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ phi 1 dash of y is equal to മൈനസ് 6y മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. phi 1 dash of y എന്നുള്ളത് മൈനസ് 6y മൈനസ് 2y. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് phi 1 of y കണ്ടുപിടിക്കാം. അപ്പൊ phi 1 of y എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൈനസ് 6y മൈനസ് 2 dy വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ അത് മൈനസ് 6 ഇൻറ്റു വൈയുടെ ഇന്റഗ്രൽ y സ്ക്വയർ ബൈ 2 മൈനസ് 2ന്റെ ഇന്റഗ്രൽ മൈനസ് 2y. ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്യുവർ കോൺസ്റ്റന്റ് കൂടി ചേർക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് തന്നെ എടുത്തത്, അപ്പൊ അതുകൊണ്ട് അവിടെ y മാത്രമേ ഉള്ളൂ. അപ്പൊ പ്യുവർ കോൺസ്റ്റന്റ് കൂടി ഒരെണ്ണം ചേർക്കാം. അപ്പോ നമുക്ക് phi 1 of y എന്ന് പറയുന്നതിനെ മൈനസ് 3y സ്ക്വയർ മൈനസ് 2y പ്ലസ് സി എന്ന് കിട്ടി. phi 1y കിട്ടി. അപ്പോ നമ്മളിവിടെ ഫൈയുടെ എക്സ്പ്രഷൻ നേരത്തെ എഴുതി വെച്ചിരുന്നതിലെ ആ phi 1 of y എന്നതിന്റെ ആൻസർ ഇവിടെ കിട്ടി. എന്താണ് phi 1 of y എന്ന് കണ്ടുപിടിച്ചു. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ therefore phi is equal to 3x square by 2 minus yx plus x plus phi 1 of y യുടെ പ്ലേസിൽ മൈനസ് 3y സ്ക്വയർ മൈനസ് 2y പ്ലസ് സി എന്ന് എഴുതാം. അപ്പോ എഫ് ഈസ് ഈക്വൽ ഡെൽ ഫൈ ആയാലുള്ള ഫൈയെ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഫൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ മൈനസ് 1 to ഇന്റഗ്രൽ 0 1 ഓഫ് 3x minus y plus 1 dx minus of x plus 6y plus 2 dy ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഈസ് ഈക്വൽ ഡെൽ ഫൈ നമ്മൾ എഴുതിയിരുന്നു. എഫ് ഈസ് ഈക്വൽ ഡെൽ ഫൈ ആണെന്ന് കിട്ടി. ഇപ്പൊ എഫ് ഈസ് ഈക്വൽ ഡെൽ ഫൈ കിട്ടി. അങ്ങനെ എഫ് ഈസ് ഈക്വൽ ഡെൽ ഫൈ കിട്ടിയത് കൊണ്ട് ദിസ് ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്. ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ആക്കണം എന്ന് കാണിക്കാൻ എഫ് ഈസ് ഈക്വൽ ഡെൽ ഫൈ എന്ന് കാണിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ആ എഫിനെ ഡെൽ ഫൈ എന്ന് കിട്ടി. എഫ് ഡെൽ ഫൈ എന്ന് കിട്ടി. അങ്ങനെ കിട്ടിയാൽ ഫൈ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. സോ ദിസ് ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്. ഇനി നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഫൈ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഫൈ ഓഫ് വാല്യൂ ഓഫ് ദിസ് ഇന്റഗ്രൽ ഈസ് ഫൈ ഓഫ് മൈനസ് 1 2 സോറി ഫൈ ഓഫ് അപ്പർ ലിമിറ്റ് ഫൈ ഓഫ് 0 1 മൈനസ് ഫൈ ഓഫ് മൈനസ് 1 2. ആ എഫ് ഈസ് ഈക്വൽ ഡെൽ ഫൈ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫൈയുടെ വാല്യൂ അറ്റ് ദ അപ്പർ ലിമിറ്റ് പോയിന്റ് മൈനസ് വാല്യൂ ഓഫ് ഫൈ അറ്റ് ദ എൻഡ് ലിമിറ്റ് പോയിന്റ് ലോവർ ലിമിറ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ഫൈ ഓഫ് 0 1 കിട്ടാനായിട്ട് ഈ തന്നിരിക്കുന്ന ഫൈ നമുക്ക് കിട്ടിയ ഫൈ ഇതാണ്. ആ ഫൈയില് എക്സ് കാണുന്നിടത്തെല്ലാം 0 കൊടുക്കുക, വൈ കാണുന്നിടത്തെല്ലാം 1 കൊടുക്കുക. അപ്പൊ ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോയി, മൈനസ് 1 into 0 അതും 0 ആയി പോയി, പ്ലസ് 0 ഇത്രയും 0 ആയി പോയി. ഇനി
1 ഇടുമ്പോൾ -3 into 1 square -3, -2 into 1 plus c അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് -1ഉം വൈയുടെ സ്ഥാനത്ത് 2ഉം കൊടുക്കണം. എക്സിന്റെ സ്ഥാനത്ത് -1 ഇടുമ്പോൾ 3 into -1 square, അപ്പൊ 3 into 1 divided by 2, that is 3/2, minus 2 into -1, വൈക്ക് 2 ആണ്, 2 into -1, അപ്പൊ ഇവിടെ -2 into -1 ആകുമ്പോൾ +2, പ്ലസ് എക്സിന് -1 ഇടുമ്പോൾ -1, -3 into y square, അപ്പൊ 3 into 4, -2 into y, -2 into 2, പ്ലസ് c, ഇങ്ങനെ കിട്ടി. 5 കണ്ടുപിടിച്ചെടുത്ത് 5 അകത്തേക്ക് അപ്പർ ലിമിറ്റ് പോയിന്റ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ലോവർ ലിമിറ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ ഇത് -5 പ്ലസ് സി എന്ന് കിട്ടി. ഇവിടെ മൈനസ് ഈ മൈനസ് ആദ്യത്തേക്ക് എടുത്താൽ -3/2 -2 +1 +12 +4 മൈനസ് സി. അപ്പൊ സി രണ്ടും കട്ട് ചെയ്ത് വെക്കുള്ളൂ. ഇനി ബാക്കിയുള്ളത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -5 ഇവിടെ ഉണ്ട്, -2 -5 -2, അപ്പൊ -7. ഇവിടെ 1 + 12 13 + 4 17 ഉണ്ട്. -7 -3/2 +17. ഇവിടെ നമുക്ക് 2 LCM എടുക്കാം. അപ്പൊ -14 -3 +34. So 17. So the answer is 17/2. ഇങ്ങനെ കിട്ടി. സോ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ ഒന്നുകിൽ F = del5 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കുക, അല്ലെങ്കിൽ കേൾ F 0 ആണെന്ന് കാണിക്കാം. F = del5 എന്ന് എഴുതാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ, അതായത് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ ∂F1/∂y = ∂F2/∂x കിട്ടിയാൽ മതി. ∂F1/∂y = ∂F2/∂x എന്ന് കിട്ടിയാൽ F കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഫൈയെ കണ്ടുപിടിക്കുന്നത്. ആ ഫൈ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഫൈക്കകത്തേക്ക് അപ്പർ ലിമിറ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ലോവർ ലിമിറ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് 2024 ജാനുവരിയിലെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ മാത്രം തരാം, വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ അത് സ്വയം ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് F is equal to yi plus xj is conservative. Hence find integral 0 to 1 f dot dr. ഈ f dot dr കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് f1 ആയിട്ട് എടുക്കേണ്ടത്, ഇത് f2 ആയിട്ട് എടുക്കണം. f1 എന്ന് പറയുന്നത് y, f2 എന്ന് പറയുന്നത് x. എന്നിട്ട് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ∂F1/∂y = ∂F2/∂x എന്ന് കിട്ടിയാൽ മതി. ∂F1/∂y = ∂F2/∂x അത് കിട്ടുമല്ലോ. ∂F1/∂y 1 ആണ്, ∂F2/∂x 1 ആണ്, അവരുടെ ഈക്വൽ ആണ്. ∂F1/∂y = ∂F2/∂x ആണ്. അങ്ങനെ അതുകൊണ്ട് ഇത് കൺസർവേറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. ഇനി തൊട്ടു മുമ്പ് കാണിച്ചതുപോലെ F is equal to del5 എന്ന് എഴുതിയിട്ട് എഫിനെയും എഴുതുക, del5 എഴുതുക, ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ആ തൊട്ട് മുമ്പ് കാണിച്ച പ്രോബ്ലത്തിലെ പോലെ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, നിങ്ങൾ സ്വയം ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 5 കണ്ടുപിടിക്കാൻ സാധിക്കും. 5 കിട്ടിക്കഴിഞ്ഞാൽ 5ലേക്ക് എക്സിനും വൈക്കും പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് എക്സിനും വൈക്കും പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ ആൻസർ. ഇത്രയുള്ളത് ചെയ്യാൻ. സോ ഇത്രയും കൊണ്ട് നിങ്ങളുടെ മോഡ്യൂൾ 1ന്റെ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡുകളിലും ഈ എപ്പിസോഡിലും കൂടി പറയുന്ന ടോപ്പിക് കൊണ്ട് മോഡ്യൂൾ 1 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മോഡ്യൂളിൽ നമ്മൾ മോഡ്യൂൾ 2ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മെത്തേഡിലൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻ സ്വയം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ അഡീഷണൽ പ്രോബ്ലംസ് പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.